എന്നെ കണ്ടോണ്ട് തന്നെ എന്താ ജംഗ്ഷനിലെ കടയിൽ ഒരാളില്ല, കുറെ പഴം മാത്രം കിടക്കുന്നു. ദൈവമേ. ഹലോ 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 ഹലോ, ആരടാ? എവിടാ? വിളിച്ചാ എടുക്കൂല, സംസാരമില്ല, കാണാൻ വയ്യ. ഇത് എവിടാ? ആരടാ എന്റെ നമ്പർ എന്നത്? അയ്യോ, ബസ് സ്റ്റാൻഡിന്റെ സൈഡിൽ എഴുതി വെച്ചിരിക്കുന്നു, അതുകൊണ്ട് വിളിച്ചെന്നേ ഉള്ളൂ. എവിടാ? നാളെ വരൂ ഒന്ന് കാണാൻ. വെച്ചിട്ട് പോടാ ഞാരപ്പേ. വേറെ നമ്പരൊന്നും ഇല്ലേ? ആ, ഹലോ ഹലോ, എവിടാ? വിളിച്ചാ എടുക്കൂല, സംസാരിക്കൂല, ഒന്ന് കാണണ്ടേ? എടാ നിനക്കിത് കിട്ടിയൊന്നും പോരെടാ. ഇവിടെ 2 നമ്പരാ. ഒന്നും കൂടെ വിളിച്ചു നോക്കാം. ഹലോ. അയ്യോ മാപ്പള പൊക്കി. അയ്യോ അയ്യോ കുമാരി, എടി പോവല്ലേടി, എന്നെ കളിച്ചിട്ട് പോവല്ലേടി. നിനക്ക് ഞാൻ മാത്രല്ലേ ഉള്ളൂ, നിനക്ക് ഞാൻ മാത്രല്ലേ ഉള്ളൂ. എന്തോന്ന്? എന്റെ ഭാര്യ ഒരു ചെറിയ നിസ്സാര കാര്യത്തിന് പണികളെ വീട്ടിൽ പോകുമ്പോഴാളിയാ. ഓണല്ലേ ഉള്ളൂ. ഇപ്പഴേ കിടന്ന് കരയണ എന്തിന്? അപ്പ കിടന്ന് കരഞ്ഞു കഴിഞ്ഞാൽ തൊണ്ട അടയൂലേ, അതാണ് ഇപ്പൊ കിടന്ന് കരയണത്. നിനക്ക് ഞാൻ 2 പെഗ് വാങ്ങിച്ചു തരാം. അവള് വരുമ്പോഴത്തേക്കും തടഞ്ഞു നിർത്തോ. പിടിച്ചിരുത്തണം. ഓ പിടിച്ചിരുത്തോ. പെഗ് വാങ്ങിച്ചു അവള് വരട്ടെ, ഞാൻ അയ്യോ പിടിച്ചോ പിടിക്കട്ടാ. എന്റെ ദേഹത്തോട്ട കറന്നടിച്ച് വെക്കും, വഴിന്ന് മാറണം. അടിച്ചു പൊട്ടിക്കോന്ന് എന്റെ അവള് പറഞ്ഞ അതുപോലെ ചെയ്യും. കണ്ട, അപ്പൊ ഭർത്താവിനെ പേടിയുണ്ട്. നിങ്ങളെ പേടിച്ചിട്ടൊന്നല്ല നിന്നത്. എനിക്ക് വീട്ടിൽ പോകാൻ ദേ ഇവിടെ ബസ് സ്റ്റോപ്പിൽ നിന്നാലും വണ്ടി കിട്ടും. സ്ത്രീ ഇങ്ങനെ അഹങ്കാരം കാണിക്കല്ലേടാ പെണ്ണുങ്ങള്. അതൊക്കെ എന്റെ പെണ്ണും പിള്ള. എന്ത് പറഞ്ഞാലും അവളെ വീട്ടിൽ ഇറങ്ങി പോകില്ലല്ലോ. അവളെന്തിനാ പോണത്? അവളെ അവക്കടെ സ്വന്തം വീട്ടിലല്ലേ താമസിക്കണ. നീയല്ലേ അവിടെ വലിഞ്ഞേറി കിടക്കണം. നീ ഇറങ്ങി പോണായിരുന്നു. എന്നെ കളിയാക്കുന്നത് പോരാഞ്ഞിട്ട് എന്റെ കൂട്ടുകാരാ, എന്റെ അളിയൻ രവിയെ കളിയാക്കണ. രവി വിട്, രവി വിട്. എന്റെ കയ്യിൽ നിന്ന് വാങ്ങി വിട്. നിങ്ങൾ എന്ത് ചെയ്യാനാ? വേഷം കിട്ട് കാണിക്കണത് എന്നെ. നിങ്ങൾ ഈ നടുറോട്ടിലിട്ട് നാട്ടുകാർ ആണെങ്കിൽ തല്ലാൻ നോക്കല്ലേ? നിങ്ങൾ ഒരുപാട് ഗതി പിടിക്കൂല. നിങ്ങൾ മുട്ടിച്ചോ കേട്ടോ. ഇനി എത്ര ദൈവത്തെ ശപിച്ചാലും എനിക്കൊന്നും പറ്റില്ലടി. ഇങ്ങനെ കളയാൻ എന്തിനു വീട്ടിൽ കിടക്കാൻ? ഭയങ്കര മുടയത് എടുത്താൻ വേണ്ടി നമ്പർ ഇവിടെ എന്താ ചക്ക വീഴും പോലെ ഒരു ശബ്ദം കേട്ടത്? ചക്ക വീഴും പോലെ അല്ല, ആണ്ടെ യോ വീണത്. ആ കമ്പിയിലിരുന്നപ്പോ ഉരുണ്ട് വീണത്. ഭയങ്കര തമാശ. പിന്നെ ആര് വീണിട്ട് എനിക്ക് ചിരി വരും ഇവിടെ. ഭയങ്കര ചിരിയാണ്. ഭയങ്കര ചിരിയാണ്. ഈ ഉരുണ്ടിരിക്കണ എങ്ങനെയാണ് മനുഷ്യ ഇരിക്കണം? എന്റെ ബിസിനസ്സിനെ അത് ബാധിക്കുന്നു. മനസ്സിലായി, നിന്റെ വിരുവിരിപ്പ് എന്താണെന്ന് മനസ്സിലായി. എടാ, ഞങ്ങളെ പാർട്ടിക്കാർ എന്തെങ്കിലും ചെയ്യുമ്പോ നിന്നെ പോലുള്ള എതിർ പാർട്ടിക്കാർക്ക് ഇത്തിരി വിരുവിരിപ്പ് കൂടുതലാണ്. എനിക്ക് പാർട്ടിയും കുഴപ്പമൊന്നുമല്ല. ഇത് എന്തിനാണ് ഈ സാധനം ഇങ്ങനെ ഉരുട്ടി വെച്ചിരിക്കുന്നത്? അതുകൊണ്ടല്ലേ അവയ്ക്ക് ഉരുണ്ട് വീണ. തന്നെ എന്തിനാണ് ഉരുട്ടി വെച്ചേക്കണേ? ഇതിവിടെ പരത്തി വെച്ചാ നിന്നെ പോലെ ജോലിക്കും കൂലിക്കും പോകാതെ വീട്ടിൽ ഇരുന്ന് ഉരുട്ടി തിന്നണോമാര് ഇവിടെ വന്ന് ഇരിക്കുമ്പോ തോന്നുന്നു ഇച്ചിരി കിടക്കണോന്ന്, കിടക്കുമ്പോ തോന്നുന്നു ഇച്ചിരി തലകുത്തി നിക്കണോന്ന്. അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉരുട്ടി വെച്ചേക്കണത്. ഇത് കണ്ടാ 15 ലക്ഷം രൂപ ചെലവഴിച്ചുണ്ടാക്കിയ ഹൈടെക് വെയിറ്റിംഗ് ഷർട്ടാണ്. 15 ലക്ഷം രൂപ. ഈ കമ്പിക്ക് എത്ര രൂപ? കമ്പിക്ക് ഒരു 3500 രൂപ. ഈ 2 തൂണിന് എത്ര രൂപ? 2 തൂണിനെല്ലാം കൂടെ 25,000 രൂപ വെച്ചോ. അല്ല, എല്ലാം കൂടെ കൂട്ടി ആകെപ്പാടാ ഏകദേശം 1 ലക്ഷം രൂപ കൂട്ട്. ബാക്കി 14 ലക്ഷം രൂപ എവിടെ പോയി? എവിടെ പോയിരുന്നു? എവിടെ പോടാ 14 ശരി. ബാക്കി 14 ലക്ഷം രൂപ എവിടെ പോയത്? കണ്ട, ബാക്കിയുള്ള 14 ലക്ഷം രൂപ കൊണ്ടാണ് ഈ ഇരിക്കുന്ന ബോർഡ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. മനസ്സിലായ? ഇരിക്കുന്നു. എല്ലാരും ഈ തടി വെച്ചോണ്ട് നീ പ്രായത്തിൽ അയ്യോ എന്തല്ലേ ചിരിക്കുന്നത്? ഈ വെറുതെ ഇല്ലേ ഇവിടെ വന്നിരുന്നപ്പോ ചന്തയെ കുത്തി താഴെ വീണു. നീ എന്തിനു കളിക്കുന്നത്? ഒരാള് വീണാണ്ടാ എനിക്ക് ചിരി വരും. മറ്റുള്ളവരുടെ വീഴ്ചാണ് ഭയങ്കര ഇഷ്ടമല്ലേ? ഇതിനകത്ത് ഈ കമ്പിക്കകത്തെ മനുഷ്യനിരിക്കാൻ പറ്റൂടാ. അതിനകത്ത് മനുഷ്യനും ഇരിക്കാം, കുരങ്ങനും ഇരിക്കാം. നിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് എനിക്കറിയാൻ മേത്തോണ്ട് ചോദിക്കുവാ, എന്തുവാടാ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്നത്? എടാ ശശി, പണ്ടേ നിനക്കുള്ള കുഴപ്പമാണ് ഞങ്ങളെ പാർട്ടിക്കാർ എന്തെങ്കിലും കൊണ്ടുവരുമ്പോ നിങ്ങളെ പാർട്ടിക്കാരിൽ നിന്ന് എതിർക്കല്. പണ്ട് ഞങ്ങൾ ഇവിടെ യൂറോപ്യൻ ക്ലോസറ്റ് കൊണ്ടുവന്നു. അപ്പൊ നിങ്ങൾ എന്തിനു പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കാൻ വയ്യ, ഞങ്ങൾക്ക് ഇങ്ങനെ ഇരുന്ന് പോച്ചാലേ പോവുള്ളൂ? എടാ, എന്ത് കാര്യത്തിന് നമ്മുടെ ഇവിടവും അവിടെ ആയിട്ടൊന്ന് സമരസപ്പെടണം. അറിയാം, പഠിച്ചാ പൊട്ടാത്ത വാക്കും കൊണ്ടുവന്നേക്കുന്ന പണ്ഡിതോ നിങ്ങളുടെ സാധനം ഈ നാട്ടിൽ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണൂല, നമ്മളെ നാട്ടിൽ കാണൂല. കാരണം ഇതെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ?
ഓസ്ട്രേലിയൻ മാതൃകയിൽ പണിയെടുപ്പിച്ചേക്കുന്ന വെയിറ്റിംഗ് ഷെഡാണ്. നീ ഇവന്റെ ചലവരെയും കേട്ടോണ്ടിരിക്കാത്ത നീ ഇവന്റെ കൂട്ടുകാരനാണ്. പിന്നെ? ഇത് ഭയങ്കര വിഷയമാക്കി ആളി കത്തിക്കണം നീ. ഇയാളെ ഒന്ന് മനസ്സിലാക്ക്. ഞാൻ പിന്നെ എന്റെ ചന്തയ്ക്ക് പ്രശ്നം പറ്റിയത് നിങ്ങൾ ഇതിനകത്ത് ഇടപെടേണ്ട ഒരു വിഷയമില്ലെന്ന് എനിക്ക്. എടാ ഇതിപ്പോ ഇയാൾക്ക് ഈ ചന്തയ്ക്ക് പ്രശ്നം പറ്റി ഇയാൾക്ക് പ്രശ്നം കാണത്തില്ല. പക്ഷേ ഈ ചന്ത ഉപയോഗമുള്ള ഒരുപാട് ആൾക്കാർ ഈ നാട്ടിലുണ്ട്. അവർക്ക് ഇത് വൻ പ്രശ്നമല്ലേ? പോരാഞ്ഞിട്ട് ഇത് കേരളത്തിലുള്ള എല്ലായിടത്തും ഇതുപോലത്തെ വെറ്റിച്ചെട്ടുകളുണ്ട്. അപ്പൊ കേരളത്തിലുള്ള ജനങ്ങൾ മൊത്തം ഇരുന്നിരുന്ന് തറയെ വീണ് കഴിഞ്ഞാൽ അടുത്ത 5 വർഷം കഴിഞ്ഞ് ഞങ്ങളുടെ ഭരണം വരുമ്പോൾ ഇതൊരു ചന്തയില്ലാത്ത സംസ്ഥാനമായി മാറില്ലേ? അതുകൊണ്ട് ഇപ്പൊ എന്ത് ചെയ്യണം? ഒരു കാര്യം ചെയ്യും, ഓലി കത്തിക്കണം. അപ്പൊ അവന്റെ ചന്തീരെ കോലം കത്തിക്കും. ഒരു കാര്യം ഫേസ്ബുക്കിനകത്ത് ലൈവ് ഇടും. സോഷ്യൽ മീഡിയയിലെ ജനങ്ങൾ അറിയട്ടെ ഇതൊക്കെ. ഇത് മൊത്തം അറിയണം. എനിക്കൊരു പ്രശ്നമില്ലെന്ന്. നീ ചുമ്മാ നീ ബഹളം വെക്കല്ലേ. നീ വീണ്ടാ നന്നായി. ഇത് എന്റെ ഒരു സുഹൃത്താണ്. അവന്റെ മുഖം കാണിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഈ സംഭവം നടന്ന സ്ഥലം കാണീരി. ഇതാണ് സ്ഥലം. ഉഗ്രം വീഴ്ചയാണ് വീണിരിക്കുന്നത്. കാരണം ഇത് ഉഗ്രം വീഴ്ച എന്ന് വെച്ചാൽ ആ ചതവ് കാണുമ്പോ നമുക്കറിയാം ഈ ചേട്ടനാണ് ഇതിനകത്ത് വളർത്താൻ. ഇതിനെതിരെ പ്രതികരിക്കണം, ജനങ്ങൾ പ്രതികരിക്കണം. അതെ കേരളമേ ലജ്ജിക്കുക. ലജ്ജിച്ചു പോവും. കണ്ട ഇദ്ദേഹമാണ് അതിന്റെ മെയിൻ ആള്. നിങ്ങൾ ആരും ഇത് വിശ്വസിക്കരുത്. ശിവാനന്ദന്റെ ചന്തയ്ക്ക് നിങ്ങൾ ഒരു സപ്പോർട്ട് കൊടുക്കരുത്. ശിവാനന്ദന്റെ ചന്തി എന്നൊന്നില്ല. ആരും പറഞ്ഞില്ലെന്ന് കാണിച്ചു തരാം. നീ ഇടിച്ച് വീണെങ്കിൽ അതിന് തെളിവുണ്ടെ കാണിക്കണം. തെളിവുണ്ടല്ലോ. ചതവുണ്ടോ? പിടിക്കാതെ അറിയാ കേരളം മൊത്തം നല്ല ചന്തിയാണ് ചർച്ച. ശിവാനന്ദന്റെ ചന്തയ്ക്ക് സപ്പോർട്ട്. ജനം അറിയണം ഇത്. അയ്യോ എന്താടാ എന്റെ ഫേസ്ബുക്ക് ഡിലീറ്റ് ആയില്ല. ഡിലീറ്റ് ആയ എടാ അതങ്ങനെയാണ്. ഫേസ്ബുക്കിൽ അശ്ലീല വീഡിയോകൾ ഇട്ട് കഴിഞ്ഞാലേ അത് അപ്പൊ തന്നെ ഫേസ്ബുക്ക് ബാൻ ചെയ്യും. ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്റെ സ്വാധീനം ഉപയോഗിച്ച് ഒന്ന് വിളിച്ചു പറഞ്ഞ് ശരിയാക്കാം. നീ വിളിച്ചു വരാൻ പറ്റേ. എടാ നീയൊക്കെ നാടിന് ഉപകാരപ്പെടുത്ത ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒരു വിഷയം, ഒരു വികസനം നീ കൊണ്ടുവന്നിട്ടുണ്ടോ? കൊച്ചനി ഇവ എന്തൊരു വളവാച്ച് വർത്താനോടെ ഈ പറയുന്നത്. നിനക്ക് എന്തരാ ഇങ്ങോട്ട് വാ. എടാ ഞങ്ങൾ ഇവിടെ മുക്കിനും മദ്യശാലകളും ബിവറേജുകളും സ്ഥാപിച്ചില്ലേടാ. എന്നിട്ട് അതിൽ നിന്നുള്ള സാധനം മേടിച്ചടിച്ചിട്ട് കരൺ ലോകം വന്നിട്ട് ആൾക്കാർ മൊത്തം ആശുപത്രിയിലായില്ലടാ. അതിനകത്ത് എവിടാടാ ജനനന്മ ജനവികസനം? പറ. അല്ല നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലടാ കൊച്ചനി. കയറിക്കോട്. ഓ കണ്ട ആ നിക്കണ 3 നില പള്ളിക്കൂടം കണ്ട. എന്റെ കണ്ണ് ദൂരക്കാഴ്ച. ഇതാ എന്റെ വിരലിന്റെ തുമ്പത്തോട്ട് നോക്കടാ 3 നിലയുള്ള വെള്ളയടിച്ച പള്ളിക്കൂടം. 2 പെമ്പിള്ളേരെ കണ്ട് ആ പള്ളിക്കൂടം അവിടെ. ഇത്രയും വലിയ പള്ളിക്കൂടം നിന്റെ കണ്ണി കേറിയില്ല. ആ 2 പെമ്പിള്ളരെ അങ്ങ് കേറിയല്ലേ? നിങ്ങൾ കണ്ട വികസനം കാണിക്കേ. വികസനം അല്ലേ? ഇപ്പൊ ഇവൻ വീണതിനുള്ള സംഭവം നിങ്ങൾ പറഞ്ഞല്ല. വികസനം കാണിക്കേ. കാണിച്ചേരാ ഇപ്പൊ കാണിച്ചേരാ. ഏയ് ഇനി വന്നാണ് ഓടിയോ എടുക്ക ഇത് കാണു. എടാ ഇവര് രണ്ടുപേരും വീട്ടമ്മമാരായി കഴിഞ്ഞു കൂടിയിരുന്നവരാണ്. അവര് ഞങ്ങൾ ജനമധ്യത്തിലേക്ക് ഇറക്കി. അവർക്ക് ഞങ്ങൾ ജോലി നൽകി. ജോലി കിട്ടിയാ? പിന്നെ ജോലി ഞങ്ങൾ എല്ലാ വീട്ടിലെയും പ്ലാസ്റ്റിക് എടുക്കും. അതുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിൽ ഒരു പ്ലാസ്റ്റിക് പോലും ഇല്ല. എടാ നിന്റെ വീട്ടിൽ ഒരു പ്ലാസ്റ്റിക് ഉണ്ടോ? നീ എന്ത് ചെയ്യും? ആ പറമ്പിട്ട് കത്തിക്കാൻ എന്റെ തൊഴിലാലും ചോദിക്കൂല. അങ്ങനെ കത്തിക്കല്ലേ. ഇതെന്ന് പറഞ്ഞാലേ ഈ പ്ലാസ്റ്റിക് കത്തിക്കുമ്പം അതിൽ നിന്ന് പുക ഉയരും. അത് അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കും. അത് ചെന്ന് ഓസോൺ പാളികളിൽ വിള്ളൽ വീഴ്ത്തി അതിലൂടെ അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയിൽ പതിച്ചു മാരകമായ അസുഖങ്ങൾ ഉണ്ടാക്കും. ഭയങ്കര പ്രശ്നമാവും. നിങ്ങൾ ഇതൊക്കെ എടുത്തോണ്ട് എവിടെ കൊണ്ടുപോകും? ഞങ്ങളതെല്ലാം കൂടി എടുത്തോണ്ട് പോകും. എടുത്തോണ്ട് എങ്ങോട്ട് പോകും? ഒരു സ്ഥലത്ത് കൂട്ടിയിടും. കൂട്ടിയിട്ടിട്ട് എന്ത് ചെയ്യും? അത് കത്തിക്കും. അത് കത്തിക്കും. എന്റെ പിള്ളേരെ മിച്ചറിന്റെ കവറൊന്ന് കത്തിക്കുമ്പോഴാണ് അവന്റെ ഓസോൺ പാളിക്ക് വിള്ളൽ. അവിടെ നിന്ന് വരണം ഇവിടെ. ഇപ്പൊ എന്റെ ഓസോൺ പാളിക്ക് ഒരു കുഴപ്പമില്ല. ഇങ്ങനെ വീട്ടുകാർ ചെയ്യുമ്പോ ഉള്ളവർ പറയാൻ മാത്രം അറിയാം. കറക്റ്റായിട്ടുള്ള കാര്യം കാര്യം കാര്യങ്ങളൊക്കെ ശരി തന്നെ. ഈ മാസത്തെ ശമ്പളം കിട്ടിയിട്ടില്ല. അത് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാം? നിങ്ങൾ ഓരോ വീട്ടിൽ പോകുന്നല്ലോ, അവിടുന്ന് പ്ലാസ്റ്റിക് എടുത്തിട്ട് അവിടെ നിന്ന് നിങ്ങളുടെ പൈസ ശമ്പളമായിട്ട് എടുത്തോണം. കണ്ടാ സർക്കാർ ഇവര് ജോലി കൊടുക്കണം, ശമ്പളം കൊടുക്കണ ആര്? നമ്മളെ പോലെ വീട്ടുകാർ നാട്ടുകാർ. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് എന്ത് ലോകോടെ ഇത്? ഞാൻ 2 പെണ്ണുങ്ങളെ വിളിക്കാനാണ് ഇവിടെ ആഗോള പ്രശ്നം. വേറെ ആഗോള കാര്യത്തിലൊന്നും വിഷയം എവിടെ പോയി കിടന്നറാതി? ഞാൻ അപ്പുറത്ത് ജംഗ്ഷനിലുണ്ടായിരുന്നു. മുമ്പിൽ ഞാൻ ഒറ്റയ്ക്ക് പോരാടി മരിക്കാറായി. എന്താണ് പ്രശ്നം? കമ്പിയാണ് വിഷയം. അതൊരു വിഷയോ? പിന്നെ അതുകൊണ്ട് ആ ഉരുണ്ട കമ്പി ഒരുത്ത മറിഞ്ഞടിച്ച് വീണ് ഇവര് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണത്. ഇരിക്കാൻ പറ്റൂലെന്ന് പറഞ്ഞു. അതിൽ ഇരിക്കാൻ പറ്റില്ലെന്നാ? ഇരിക്കാൻ പറ്റും. ഞാൻ കാണിച്ചു ഞാൻ കാണിച്ചു കൊടുക്കണം. പ്രിയമുള്ളവരെ, നിങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം എന്റെ സഹപ്രവർത്തകൻ, എന്റെ അനുയായി ഇതാ ഈ ഉരുണ്ട കമ്പിയിൽ വിവിധ രൂപങ്ങളിൽ വിവിധ ഭാവങ്ങളിൽ ഇരിക്കാൻ പോകുന്നു.
സൂപ്പർ. എടാ, അടി, 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 കയ്യിൽ നിന്ന്. അവനെ അടിക്കണം. താങ്ക് യു അടിപൊളി, അടിപൊളി. എന്തോന്നടാ ജംബോ സർക്കസോ ഇത്? ചുരുക്കം പറഞ്ഞാൽ ഇനി കേരളത്തിലെ ജനങ്ങൾ ഇതുപോലുള്ള വെയിറ്റിംഗ് ഷെട്ടി വന്നിരിക്കണമെങ്കിൽ സർക്കസ് പഠിക്കണം. സർക്കസ് മാത്രമല്ല, പിന്നെ ഇതുകൊണ്ട് വേറൊരു പ്രയോജനമുണ്ട്. എന്തോടാ പ്രയോജനം? ഓണാവുമ്പോ നമുക്ക് ഇതുകൊണ്ട് ചാക്കടി മത്സരം. അണ്ണാ, ആ ചാക്കുമായി ചാക്കടി ആ, മത്സരം. ഇവിടെ നേരെ ഇരിക്കാൻ പറ്റില്ല, പിന്നെ ചാക്കടി മത്സരം എങ്ങനെ കളിക്കാം? ഇപ്പൊ ഇരുട്ടടി പോലത്തെ അടിയായിരിക്കൂടെ? ആ ഇതാണ്. നീ ഇപ്പൊ ചെയ്യണ കറക്റ്റാ. ഇവനെ നേരത്തെ ആക്കണമായിരുന്നില്ലടാ. പാക്കടിയും കൊണ്ടാക്കാൻ വന്നേക്കുന്നു. പറ്റൂലടേ, ശരിയാവൂല. എന്താ ശരിയാവാത്ത? ഈ നാട്ടുകാർക്ക് ഒരു നല്ല കാര്യം ചെയ്യാന്ന് വെച്ചാ നിങ്ങൾ സമ്മതിക്കൂല. നല്ലാരും ഈ വെയിറ്റിംഗ് ഷെഡിന് നിങ്ങൾ അർഹരല്ല. അതുകൊണ്ട് ഇത് പൊളിച്ചു വല്ല ഓസ്ട്രേലിയയിലും കൊണ്ട് വയ്ക്കണതാണ് നല്ലത്. അത് നീ പൊളിക്കണ്ട, ഞങ്ങള് പൊളിച്ചു തരാം. പൊളിയണ്ണാ. പെണ്ണുങ്ങളെ നമ്പറൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. എടാ പെണ്ണുങ്ങളെ നമ്പർ തപ്പാണ് ഈ സമയത്ത് എഴുതിച്ച് പറഞ്ഞിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. എല്ലാം വലിച്ചു പൊളിച്ചു കളഞ്ഞിട്ടും 14 ലക്ഷം രൂപയ്ക്ക് പണിത ഈ ബോർഡിന് ഒന്നും സംഭവിച്ചില്ല. ഇതോടെ എനിക്കൊരു കാര്യം മനസ്സിലായി. വരുന്ന 10 വർഷത്തിനുള്ളില് ഈ കൊച്ചു കേരളത്തെ ഒരു ഓസ്ട്രേലിയ ഉറപ്പാക്കാന്ന് വിചാരിച്ചാ യുവമാര് സമ്മതിക്കൂല. നീ ഒരു യൂറോപ്പ് ഉണ്ടാക്കണ്ട. അടുത്ത 5 വർഷം കഴിഞ്ഞ് ഞങ്ങളെ വരണം പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു അമേരിക്ക ആക്കി മാറ്റും. നിങ്ങൾ യൂറോപ്പ് ആക്കണ്ട, അമേരിക്ക ആക്കണ്ട, നമ്മുടെ കേരളത്തിലെ നല്ലൊരു കേരളമാക്കി തരാൻ പറ്റുമോ? അവർക്ക് ഇഷ്ടമില്ല, അവരെ കഥ കഴിഞ്ഞ്. എന്റെ പെണ്ണുമ്പോൾ എപ്പോഴും പടക്കത്തിലാണ്. അയ്യോ, എന്റെ ഭാര്യ